ടാക്സ് അടയ്ക്കേണ്ട സമയമാണ്. അപ്പോൾ NRIകൾക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്, NRIകൾ ടാക്സ് അടയ്ക്കണോ അല്ലെങ്കിൽ NRIകൾ ടാക്സ് ഫയൽ ചെയ്യണോ എന്നുള്ളത്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. RupeeMonk എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ വീഡിയോകൾ തരുന്ന ചാനലാണ്. നിങ്ങൾക്ക് ആ വിഷയങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാരായിട്ട് വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങളൊരു NRI ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം ടാക്സ് അതോറിറ്റിക്ക് വെളിപ്പെടുത്താനും അതിന് ആനുപാതികമായിട്ടുള്ള ടാക്സ് കൊടുക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതേസമയം നിങ്ങൾ പുറമെ ജോലി ചെയ്യുന്ന ഒരാളുടെ നിങ്ങളുടെ ശമ്പളമോ അവിടെ നിന്ന് ലഭിക്കുന്ന ശമ്പളമോ മറ്റ് ബിസിനസ് ലാഭങ്ങളോ ഒന്നും ഇവിടുത്തെ ടാക്സിൽ വരില്ല. അപ്പോൾ ഒരു NRI ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നിങ്ങളുടെ വരുമാനം, ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും സമയം ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സർവീസ് ചാർജുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലം വിറ്റിട്ട് നിങ്ങൾക്കത് ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നെ FDകൾ RDകളിലൊക്കെ ഉള്ള പലിശ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വരുമാനങ്ങളെല്ലാം തന്നെ നിങ്ങൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതേസമയം തന്നെ നിങ്ങളുടെ NRI അക്കൗണ്ടുകളോ FCNR അക്കൗണ്ടുകളിൽ കിട്ടുന്ന പലിശയോ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമോ ഒന്നും തന്നെ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല. അതേസമയം NRO അക്കൗണ്ടിൽ നിന്നുള്ള ലാഭം, പലിശ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് എങ്ങനെയാണ് ഫയൽ ചെയ്യുക എന്നുള്ളത്. ഫയൽ ചെയ്യാനായിട്ട് രണ്ട് മെയിനായിട്ടുള്ള ഫോമുകളാണ് സാധാരണക്കാർക്ക് വരിക. ഒന്ന് ITR 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോം. അത് ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ മെയിലിൽ കാണുന്ന ലിങ്കിലുണ്ട്. രണ്ടാമത്തെ ITR 2 എന്ന് പറഞ്ഞിട്ടുള്ള ഫോം. അത് സാധാരണ നമുക്ക് ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരിക, ഇപ്പോൾ സ്ഥലമെല്ലാം വിറ്റിട്ട് നമുക്ക് കുറച്ച് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക, അല്ലേ? ആ ലാഭത്തിൻ്റെ ഇത്ര ശതമാനം നമ്മൾ ടാക്സ് കൊടുക്കണമെന്നുണ്ട്. അത് അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ITR 2 ഒക്കെ ഫയൽ ചെയ്യുക. അതേസമയം തന്നെ ITR 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലിശയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ഇവിടെയുള്ള ശമ്പളത്തിൻ്റെ വരുമാനം, ഇവിടെ നിന്നുള്ള റെൻറ്റിൻ്റെ വരുമാനം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ITR 1 നിങ്ങൾ ഫയൽ ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം 2.5 ലക്ഷമോ അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു വന്നാലും നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേസമയം 2.5 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ NRI ആയിട്ടുള്ള ആ സ്റ്റേറ്റസ് മാറി നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ലോൺ എടുക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടാക്സ് ഫയൽ ചെയ്തത് ഒരു നല്ലൊരു രേഖയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് 1 ലക്ഷം അതിൽ കൂടുതലൊക്കെ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫയൽ ചെയ്തോളൂ, അതായിരിക്കും നന്നായിരിക്കുക. പക്ഷേ 2.5 ലക്ഷത്തിൽ കൂടുതൽ ആണ് ഒരു വർഷത്തെ വരുമാനം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി ഇതിൽ ITR 1 എന്നും ITR 2 എന്നും പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ITR 2 എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്ന സമയത്താണ്. അതായത് നമ്മളൊരു സ്ഥലം വിൽക്കുക, അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വിൽക്കുക, മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുക, ഇതെല്ലാം വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിനെയാണ് എന്ത് പറയുക, ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുക. ആ ക്യാപിറ്റൽ ഗെയിൻസ് അതിന്മേലുള്ള ടാക്സ് സാധാരണ ഇന്ത്യക്കാരനും NRIക്കും എല്ലാവർക്കും സെയിമാണ്. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഈ സ്ക്വയർ ബോക്സിൽ കാണുന്നത്. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് RupeeMonkന്റെ മറ്റ് വീഡിയോകൾ കാണുന്നതിനായിട്ട് നിങ്ങൾക്ക് RupeeMonk ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാം.